കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ യുദ്ധം. ചൈന വിയറ്റ്നാമിനെ ഒരു പാഠം പഠിപ്പിക്കാൻ പോയ യുദ്ധത്തിൻ്റെ കഥയറിയാമോ? 1979 ഫെബ്രുവരിയിൽ ലക്ഷക്കണക്കിന് ചൈനീസ് സൈനികർ വിയറ്റ്നാമിൻ്റെ വടക്കേ അതിർത്തിയിലേക്ക് ഇരച്ചുകയറി. അന്ന് കമ്മ്യൂണിസ്റ്റ് ചൈന കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിൻ്റെ പിന്നിൽ ഒരു പ്രധാന കാരണമുണ്ടായിരുന്നു. അന്ന് വിയറ്റ്നാം ചൈനയുടെ ശത്രുവായ സോവിയറ്റ് യൂണിയനുമായി സഖ്യത്തിലായിരുന്നു. കൂടാതെ വിയറ്റ്നാം ചൈനയുടെ മറ്റൊരു സുഹൃത്ത് രാജ്യമായ കംബോഡിയയെ ആക്രമിച്ചതിലുള്ള പകയും ചൈനയ്ക്കുണ്ടായിരുന്നു. വിയറ്റ്നാമിനെ ഒതുക്കുക എന്നതായിരുന്നു ചൈനയുടെ ലക്ഷ്യം. പക്ഷേ ചൈന വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. വർഷങ്ങളോളം അമേരിക്കയുമായി യുദ്ധം ചെയ്ത് മികച്ച പരിശീലനം ലഭിച്ച വിയറ്റ്നാം സൈന്യം വളരെ ചെറിയ ഒരു പോരാളി സംഘത്തെ ഉപയോഗിച്ച് ചൈനയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകി. വെറും 4 ആഴ്ചയ്ക്കുള്ളിൽ ഇരുഭാഗത്തുമായി 10,000-കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു. 1979 മാർച്ചിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയെന്ന് പ്രഖ്യാപിച്ച് ചൈന വിയറ്റ്നാമിൽ നിന്നും പിന്തിരിഞ്ഞു. എന്നാൽ ഈ യുദ്ധത്തിലൂടെ ചൈനീസ് സൈന്യത്തിൻ്റെ പല പോരായ്മകളും ലോകത്തിനു മുൻപിൽ തുറന്നു കാട്ടപ്പെട്ടു. വിയറ്റ്നാം ആകട്ടെ തങ്ങൾ ചൈനയെ അതിജീവിച്ചു എന്ന് പ്രഖ്യാപിച്ച് വിജയം ആഘോഷിച്ചു.